ഈ അകത്താരെന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഭയങ്കര രസമാണ്. ഉഗ്രം മാജിക്കാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ പിന്നിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ 9 കോളങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നിലായിട്ട് ഞാൻ ഒരു ചിത്രം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ചിത്രത്തിന് മുന്നിൽ ഒരു മാസ്ക് ഇട്ട് മറച്ചിട്ടുണ്ട്. 9 കോളങ്ങളുണ്ട്. ഒരു നമ്പർ ഞാൻ പറയുന്ന സമയത്ത് ആ നമ്പറിൻ്റെ പോർഷൻ അപ്രത്യക്ഷമാവും. അതിന് പിന്നിലുള്ള ചിത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം തെളിയും. റെഡി? എന്താ ആവേശം! നിങ്ങളുടെയൊക്കെ താല്പര്യം കാണുന്ന സമയത്ത് നിങ്ങളൊരു എന്താ പറയുക, വളരെ ആവേശത്തോടു കൂടിയിട്ട് ഇങ്ങനെ ബസ്സറിൽ ഇങ്ങനെ വിരലമർത്താൻ വേണ്ടി ഊർജ്ജസ്വലരായിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെ കുറച്ച് ടെൻഷൻ അടിപ്പിച്ചിട്ടൊക്കെ പതുക്കെ പതുക്കെ മതിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓരോരുത്തരുടെ ഹാർട്ട് ബീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ടപ്പടപ്പട അടിക്കുന്നുണ്ടാവും അല്ലേ? സോ മാഞ്ഞു പോകട്ടെ. നമ്പർ 7. Who got it? വേഗ. നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല. എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? ശരിയാണോ? ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ശരിയാണ്. കൃത്യമായിട്ട് അക്കങ്ങൾ മാഞ്ഞു പോകുമ്പോൾ നമുക്ക് വ്യക്തമാവും ആരാണെന്നുള്ള കാര്യം. പ്ലീസ്. പക്ഷേ അത്ഭുതമാണ് കേട്ടോ. കാരണം ഒരു കോട്ടിൻ്റെ ഒരു ചെറിയ പോർഷനൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അത്രമാത്രം ജ്ഞാനത്തോട് കൂടിയിട്ട്, അത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് വഴിയൊക്കെ ഇത്രയും ആളുകളെ കാണുന്നു, പരിചയപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ സഹായം ഒരുപാട് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രോത്സാഹനമാവുന്നുണ്ടാവും അല്ലേ? ആളുകളുടെ ചിത്രം കാണുമ്പോഴേക്കും, ചിത്രത്തിൻ്റെ ചെറിയൊരു അംശം കാണുമ്പോഴേക്കും, ഒരു കോട്ട്, ഒരു ഹെയർ ഒക്കെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു വളരെ നല്ല കയ്യടി നിങ്ങൾക്ക് തരികയാണ്. ഹാപ്പി കൺഗ്രാജുലേഷൻ. നമ്മുടെ നാദം എന്ന് പറയുന്ന സെഗ്മെൻറ്റിനകത്ത് ഞാൻ ഒരു ശബ്ദം കേൾപ്പിക്കും. ആ ശബ്ദം ഏതാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറും പേനയുണ്ട്. ഇതിനകത്ത് ഞാൻ ഓരോരുത്തരോടല്ല ആദ്യം ചോദിക്കുന്നത്. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഏതാണ് എന്ന് മനസ്സിലായ കാര്യം അതിനകത്ത് എഴുതണം. എഴുതി കഴിഞ്ഞതിന് ശേഷം പേന മാറ്റി വയ്ക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശബ്ദം തയ്യാറായി കഴിഞ്ഞു. ശബ്ദം ഇതാ വരാൻ പോകുന്നു. ഓക്കെ, അത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ശബ്ദമാണ്. ഏതാണ് എന്നുള്ള കാര്യം എഴുതി വയ്ക്കാം. വേഗ, വാട്ട്സ് യുവർ ആൻസർ? വയലിൻ. ലിബ്ര, വാട്ട്സ് യുവർ ആൻസർ? വയലിൻ. സിറിയസ്, വാട്ട്സ് യുവർ ആൻസർ? വയലിൻ. ലൈറ, വാട്ട്സ് യുവർ ആൻസർ? വയലിൻ. അപ്പം 4 പേരും വയലിൻ എന്ന് എഴുതിയ സ്ഥിതിക്ക് അതുകൊണ്ടല്ല, അത് വയലിനായിരുന്നു. അത് വയലിനായിരുന്നു, വയലിനാണ്, ഒരു സംശയമില്ല അതിനകത്ത് അല്ലേ? വയലിൻ്റെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു കുലപതിയുണ്ട്. അത് യഹൂദി മനിഹൻ. കേട്ടിട്ടില്ലേ? യഹൂദി മനിഹൻ്റെ മനോഹരമായിട്ടൊരു അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു കച്ചേരി നടത്തി കഴിഞ്ഞതിന് ശേഷം ആ കച്ചേരി നടത്തിയിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള കച്ചേരി കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം പറഞ്ഞു, സർ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുസ്തകം കൊടുത്തു. ആയിരക്കണക്കിന് ഓട്ടോഗ്രാഫുകൾ അദ്ദേഹം സൈൻ ചെയ്തു. പക്ഷേ അദ്ദേഹം കച്ചേരി നടത്തി തളർന്നിരുന്നു. ഓട്ടോഗ്രാഫുകൾ ഒപ്പിട്ട് അദ്ദേഹം തളർന്നു കഴിഞ്ഞപ്പോൾ, എല്ലാം തീർന്നു എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം മുന്നിലേക്ക് നടന്നു. അപ്പോൾ ഒരു കൊച്ചുകുട്ടി, പൂച്ചക്കണ്ണുകളും വെള്ളത്തലമുടിയൊക്കെ ഉള്ളൊരു കൊച്ചുകുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നതിന് ശേഷം പറഞ്ഞു, അങ്കിൾ ഒരു ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു. യഹൂദി മനിഹൻ തൽക്കാലം പേന അടച്ച് പോക്കറ്റിൽ വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, തളർന്നു മോളെ, എൻ്റെ കൈ തളർന്നു, വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഈ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു. ആ കുട്ടി ചെന്നതിന് ശേഷം പറഞ്ഞു, അങ്കിളുടെ കൈ തളർന്നു അല്ലേ? എൻ്റെ കൈ കണ്ടോ? ഈ ചോന്ന് തുടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ കച്ചേരി തുടങ്ങിയ സമയം മുതൽ കൈയടിച്ച് തളർന്നിരിക്കുകയാണ് ഈ കൈ എന്ന് പറഞ്ഞു. യഹൂദി മനിഹിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് വാരി പുണർന്നു. ഓട്ടോഗ്രാഫ് പിടിച്ചു മേടിച്ചു. ആ പേന എടുത്തതിന് ശേഷം അതിൻ്റെ എല്ലാ താളുകളിലും നിറയെ ഒപ്പിട്ടു. അതിൻ്റെ പുറത്തും എല്ലാം ഒപ്പിട്ടതിന് ശേഷം ചോദിച്ചു, ഇനി നിനക്ക് എവിടെയാണ് ഒപ്പ് വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഒരുപാട് ദൂരത്തുനിന്നാണ് വരുന്നത്. എൻ്റെ അമ്മ പറയാറുണ്ട്, എല്ലാ കലാകാരന്മാരും ദൈവങ്ങളാണെന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിലൊരു ഒപ്പിട്ട് തരാമോ എന്ന് ചോദിച്ചു. യഹൂദി മനിഹൻ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. അദ്ദേഹം എഴുതുന്നു, ആ കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ദൈവത്തെ ചേർത്ത് പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം കുഞ്ഞുങ്ങൾ ദൈവങ്ങളാണ് എന്നുള്ളത്. നിങ്ങളെല്ലാം ദൈവങ്ങളാണ് മക്കളെ.
നിങ്ങൾ ഇത്രമാത്രം നിഷ്കളങ്കമായ മനസ്സോടുകൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ദൈവങ്ങൾ എന്ന് പറയുന്നത്. ആ ദൈവങ്ങൾക്ക് പരസ്പരം ഒരു കയ്യടി കൊടുക്കാം പ്ലീസ്. പണ്ടൊരിക്കൽ ഒരു തമാശയുണ്ട്, എന്താണെന്നറിയാമോ? ഇരുട്ടും വെളിച്ചവും തമ്മിലൊരു വലിയ പ്രശ്നം ഉണ്ടായി. ഇരുട്ട് അറിയില്ലേ, രാത്രി, വെളിച്ചവും ഇരുട്ടും തമ്മിൽ ഭയങ്കര പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ദൈവത്തിനോട് ചെന്നിട്ട് ഇരുട്ടൊരു പ്രശ്നം പറഞ്ഞു. ദൈവത്തിനോട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ വല്ലാത്ത പ്രശ്നത്തിലാണ്, കുറേ കാലങ്ങളായിട്ട് ഞാൻ ഈ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെളിച്ചം അങ്ങോട്ട് കയറി വരും, ഞാൻ പെട്ടെന്ന് ഓടി ഒളിക്കേണ്ടി വരികയാണ്. മനസ്സിലായില്ലേ? ഇരുട്ട് ഭയങ്കര പ്രശ്നം. ദൈവത്തിനോട് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ദൈവം ചോദിച്ചു, ആലോചിച്ച സമയത്ത് ശരിയാണ്, കാരണം എത്രയോ കാലങ്ങളായിട്ട് ഓടി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇരുട്ടിന്. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? വെളിച്ചത്തിനെ വിളിച്ചു. വെളിച്ചത്തിനോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഇരുട്ടിൻ്റെ സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും നീ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചം പറഞ്ഞു, ഇരുട്ടോ? ഞാൻ ആ സാധനത്തിനെ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് വരാൻ പറയൂ, ഞാനുമായിട്ട് നേരിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവം കുറേ കാലങ്ങളായിട്ട് പടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെ അടുത്തിരുത്തിയതൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നടക്കുന്നില്ല. കാരണം എന്താണ്? വെളിച്ചം എവിടെയുണ്ടോ അവിടെ ഇരുട്ടുണ്ടാവില്ല. വെളിച്ചം എന്ന് പറയുന്നത് അറിവാണ്, അല്ലേ? അറിവ് എവിടെയുണ്ടോ അവിടെ അബദ്ധങ്ങൾ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറിവുള്ള കുട്ടികളാണ് നിങ്ങൾ. ആ അറിവുമായിട്ട് ആ വിജ്ഞാന ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ചോദ്യം വരുന്നത് കനോപ്പസിലേക്കാണ്. കനോപ്പസ് വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. സ്റ്റാർട്ട് നൗ. ചോദ്യം ഇതാണ്. പ്രാചീന കാലത്തെ ഗാന്ധാര ദേശമാണിത്. ഏതാണ് രാജ്യം? അഫ്ഗാനിസ്ഥാൻ. പേര് പറ, അത് വീണ്ടും പറ. അഫ്ഗാനിസ്ഥാൻ. ഉറപ്പുണ്ട്. പിന്നെന്താ ഇങ്ങനെ സംശയിച്ച് പറയാനിരിക്കുന്നത്? അഫ്ഗാനിസ്ഥാനാണ് ഉറപ്പുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഉറച്ച ധൈര്യത്തോടു കൂടി പറഞ്ഞതിന് ശേഷം രൂക്ഷമായിട്ട് തന്നെ നോക്കണം. ഇത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞിങ്ങനെ ഓടാൻ നിൽക്കുകയാണ്. ശരിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം, തെറ്റാണെന്ന് പറഞ്ഞാൽ ഓടണം എന്നുള്ളൊരു ഭാവമാണ് വരുന്നത്. ധൈര്യമായിട്ട് പറയണം. അതുപോലെ അത് അഫ്ഗാനിസ്ഥാനാണ്, വ്യക്തമാണ്. ഈ ഗാന്ധാരദേശം എന്ന് പറയുന്നതാണ് സംശയിച്ചത്, അല്ലേ? ഗാന്ധാരദേശം എന്ന് പറയുന്നത് പുരാണത്തിൽ ഗാന്ധാരിയെ ധൃതരാഷ്ട്ര കൊണ്ടുവന്നത് അവിടെ നിന്നാണ്, അല്ലേ? അതുകൊണ്ടാണ് ഗാന്ധാരദേശം എന്ന് പറയുന്നത്. ഈ ഗാന്ധാരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഗാന്ധാരി എപ്പോഴും കണ്ണ് കെട്ടിയിട്ടാണ് പുരാണത്തിൽ. കാരണം ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ല എന്നുള്ളതിൻ്റെ പേരിൽ കണ്ണ് കെട്ടിയിട്ട് അറിയാം നിങ്ങൾക്ക്. ഈ ഗാന്ധാരി യുദ്ധം എല്ലാം കഴിഞ്ഞതിന് ശേഷം യുദ്ധക്കളത്തിലേക്ക് ഗാന്ധാരി വന്നു. ഗാന്ധാരി വന്ന സമയത്ത് ഗാന്ധാരിക്ക് 100 ആൺമക്കളും ഒരു പെൺകുട്ടിയാണ്, അല്ലേ? 100 ആൺമക്കളും മരിച്ചു കിടക്കുകയാണ്. ഗാന്ധാരി വേദന കൊണ്ട് നിലത്ത് കിടന്ന് ഉരുണ്ടു. ഗാന്ധാരി പറഞ്ഞു, ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, കൃഷ്ണ ഭഗവാനെ, എൻ്റെ 100 ആൺമക്കൾ മരിച്ചുപോയി, നിനക്ക് ഒരാളെയെങ്കിലും ബാക്കി വയ്ക്കാമായിരുന്നു, ഒരാളെയെങ്കിലും കാക്കാമായിരുന്നു, ഒരാളെയെങ്കിലും നോക്കാമായിരുന്നു, എൻ്റെ ശ്രാദ്ധം കഴിക്കാനെങ്കിലും ഒരാളെ ബാക്കി വയ്ക്കാമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ഗാന്ധാരി പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചു. കൃഷ്ണൻ സ്വതസിദ്ധമായ ചിരിയോടുകൂടി പറഞ്ഞു, അമ്മേ, നോക്കാമായിരുന്നു, പക്ഷേ അമ്മ നോക്കാത്ത മക്കളെ ഒരു ദൈവത്തിന് നോക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഇത് വലിയൊരു പാഠമാണ്, മഹാഭാരതം തരുന്ന വലിയ പാഠമാണ്. അമ്മ മക്കളെ സ്നേഹിക്കണം, അമ്മ നോക്കാത്ത മക്കളെ ഒരു ദൈവത്തിന് നോക്കാൻ സാധിക്കില്ല എന്നുള്ള മഹത്തായ പാഠം. സോക്രട്ടീസ് പറഞ്ഞ ഒരു മഹത്തായ വാചകമുണ്ട്. എന്താണെന്നറിയാമോ? എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞത്, അല്ലേ? എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. സോക്രട്ടീസിൻ്റെ മനോഹരമായിട്ടുള്ള വാക്യമാണിത്. ഇതുപോലെയായിരിക്കണം നമ്മൾ. എത്രമാത്രം പഠിച്ചു കഴിഞ്ഞാലും ഈ വിജ്ഞാന മേഖല എന്ന് പറയുന്നത് വലിയൊരു കടലാണ്. നമ്മൾ കടൽ കാണുന്നത് പോലെ ഇത്തിരി വെള്ളം കണ്ട് എനിക്കെല്ലാം അറിയാം എന്ന് പറയരുത് ഒരിക്കലും. കാരണം വിശാലമാണ് അറിവിൻ്റെ ലോകം എന്ന് പറയുന്നത്. പഠിച്ചുകൊണ്ടേയിരിക്കണം. ആരൊക്കെ അഭിനന്ദിച്ചു കഴിഞ്ഞാലും പ്രകൃതിയിൽ നിങ്ങൾ കാണുന്നത് പോലെയുള്ള വിനയം നിങ്ങൾ കാണിക്കണം. പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠം, അല്ലേ? മരത്തിൽ കായ്കൾ ധാരാളം വരുന്ന സമയത്ത് മരം കുനിഞ്ഞു കൊടുക്കും കായ്കൾ പറിക്കാൻ വേണ്ടിയിട്ട്. അതാണ് മരത്തിൻ്റെ പ്രത്യേകത. പുഴ ഒരിക്കലും അതിൽ വെള്ളം കുടിക്കാറില്ല, അത് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. ആ അറിവ് ഉണ്ട് എന്നുള്ള ഭാവമില്ലാതെ നല്ല കുട്ടികളായിട്ട് ആഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം. സോ അജീനയുടെയാണ് ആദ്യ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്. കേട്ടോളൂ, ഇതാണ് ചോദ്യം. ശുദ്ധമായ സ്വർണം 22 കാരറ്റ് ആണ്. തെറ്റാണോ? അതെ. അങ്ങനെയാണെങ്കിൽ എന്താണ് ശരി? 24 കാരറ്റ് ആണ്. 24 കാരറ്റ് ആണ്. 24 കാരറ്റ് ആണ് സ്വർണം എന്ന് പറയുന്നത്, അല്ലേ?
അപ്പോൾ അത് ഓർമ്മ വേണം. 24 കാരറ്റാണ് സ്വർണം എന്നുള്ളത്. കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പെൺകുട്ടിയായതുകൊണ്ട് പറയുകയാണ്, സ്വർണത്തിനോടൊന്നും വലിയ ആർത്തിയൊന്നും കാണിക്കരുത്. നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള സ്വർണം എന്ന് പറയുന്നത്, നിങ്ങളാണ് പൊന്നെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ഒറിയോണോടാണ്. ചോദ്യം ഇതാണ്: സോഡിയം വെള്ളത്തിലിട്ടാൽ കത്തുന്നു. ശരി. ശരിയാണ്, ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം. സിയോസ് റെഡിയല്ലേ? ചോദ്യം കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ? ചോദ്യം ഇതാണ്: ഒരിക്കൽ പോലും ഒരു വനിത പ്രസിഡന്റ് പദത്തിലെത്താത്ത രാജ്യമാണ് അമേരിക്ക. നമുക്ക് പറയേണ്ട ഉത്തരം 2 കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്, ശരി അല്ലെങ്കിൽ തെറ്റ്. തെറ്റാണ് എന്ന് പറഞ്ഞത് തെറ്റാണ്. ശരി എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാകുമായിരുന്നു. അമേരിക്കയിൽ ഇതുവരെ ഒരു വനിത പ്രസിഡന്റ് ആയിട്ടില്ല. ചോദ്യം ഒറിയോണോടാണ്. ചോദിക്കട്ടെ. അതിനു മുമ്പായിട്ട് നമുക്ക് വീഡിയോ ക്ലിപ്പ് കാണാം. ആൻഡ് സീ ദിസ് ക്ലിപ്പ് ഓവർ ഹിയർ. നമ്മൾ ഡാൻസും കണ്ടിരുന്നാൽ അങ്ങനെ കണ്ടിരുന്നു പോലെ. പക്ഷെ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഏത് നൃത്തരൂപമാണ് ഇത്? ഐഡന്റിഫൈ ദി ഡാൻസ് ഫോം ഫ്രം ദിസ് വീഡിയോ ക്ലിപ്പ്. പെർഫെക്റ്റ്. ബാംഗ്ര ഡാൻസ് ആണ്. പഞ്ചാബിലെ വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള നൃത്തമാണ് അല്ലേ? ഈ ചുറ്റുപാട് നമുക്ക് തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലേ? പ്രകൃതി നമുക്ക് തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രകൃതി വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഒന്നും നേരിട്ട് തരുന്നില്ല. പണ്ട് എന്നോട് അച്ഛൻ പറയുമായിരുന്നു, അച്ഛനൊരു കൃഷിക്കാരനായിരുന്നു, ഒരു സാധാരണ കന്നുകൂട്ടുകാരനായിരുന്നു. അച്ഛൻ പറയുമായിരുന്നു, പണ്ടൊക്കെ കുട്ടിയെ, എന്നെ അച്ഛൻ മരിക്കുന്നവരെ കുട്ടിയെന്നാണ് വിളിച്ചിരുന്നത്, പണ്ടൊക്കെ കുട്ടിയെ ഈ നെൽച്ചെടിയിൽ ഉണ്ടാവുന്നത് അരിയായിരുന്നു. അപ്പോൾ ആരോ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ അരി ഒന്ന് മാറി ചോറാണെങ്കിൽ എത്ര ഈസി ആയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് അത് നെല്ലായി മാറി. അതാണ് പറയുന്നത്. കാരണം അതെ. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം, പ്രകൃതി നമുക്ക് വളരെ ഇത്തിരി നമ്മൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ നമ്മൾ വെറുതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കാര്യങ്ങൾ നേടാൻ സാധിക്കില്ല. മനോഹരമായൊരു കോട്ടുണ്ട്, നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബുദ്ധി ചോദിച്ചു, എനിക്ക് പരിഹരിക്കാനായി ഒരുപാട് പ്രശ്നങ്ങളെ തന്നു. ഞാൻ അഭിവൃദ്ധി ചോദിച്ചു, എനിക്ക് സൽബുദ്ധി തന്നു. ഞാൻ ധൈര്യം ചോദിച്ചു, എനിക്കൊരുപാട് പ്രതിസന്ധികളെ തന്നു. ഞാൻ സ്നേഹം ചോദിച്ചു, എനിക്ക് വേദന അനുഭവിക്കുന്ന ഒരുപാട് സഹജീവികളെ തന്നു. മനസ്സിലായില്ലേ? ഞാൻ ബുദ്ധി ചോദിച്ച സമയത്ത് എന്താ തന്നത്? ഒരുപാട് പ്രശ്നങ്ങൾ തന്നു. കാരണം ബുദ്ധിപൂർവ്വം ആ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും. ഞാൻ അഭിവൃദ്ധി ചോദിച്ചു, എന്താ തന്നത്? എനിക്ക് സൽബുദ്ധി തന്നു, എനിക്ക് ബുദ്ധി തന്നു. ആ അഭിവൃദ്ധി അതിലൂടെ സ്വന്തം ഉണ്ടാക്കിക്കൊള്ളണം എന്നുള്ളതാണ് പ്രകൃതിയുടെ നയം എന്ന് പറയുന്നത്. ഞാൻ ധൈര്യം ചോദിച്ചു, അപ്പം എന്ത് തന്നു? പ്രതിസന്ധികളെ തന്നു, എനിക്ക് പ്രതിസന്ധികളെ തന്നു. ചവിട്ടി തെറിപ്പിച്ച് പോകണം എന്ന് പറഞ്ഞു. ധൈര്യം നമ്മൾ സ്വയം എടുക്കണം എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ഞാൻ സ്നേഹം ചോദിച്ചു. ആ സ്നേഹം ചോദിച്ചപ്പോൾ എനിക്ക് തന്നത്, സ്നേഹിക്കുവാൻ വേണ്ടി ഒരുപാട് അവശത അനുഭവിക്കുന്ന സഹോദരങ്ങളെ അടുത്ത് നമുക്ക് തന്നു. അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ്, അവരുടെ കവിളിൽ ഉമ്മ കൊടുക്കുമ്പോഴാണ്, അവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്, അവരെ സഹായിക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത്, ഈ ലോകം തിരിച്ചറിയേണ്ടത്. തിരിച്ചറിയാമെന്ന് പറയുന്ന ഈ സെഗ്മെന്റിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ പിന്നിലുള്ള ഈ വീഡിയോ വാളിൽ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ വാളിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ലോഗോ അല്ലെങ്കിൽ അതിൻ്റെ ചില മുദ്രകൾ അതിനകത്ത് വരും. അത് ഏതാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. കണ്ണുകൾ വളരെ ഷാർപ്പാക്കുക, ബുദ്ധി വളരെ ഷാർപ്പാക്കുക. നിങ്ങൾ പഠിച്ച മേഖലകളിലേക്ക് മുഴുവൻ ബുദ്ധി വ്യാപരിക്കട്ടെ. റെഡിയാണല്ലോ? ആദ്യത്തേത് അജീനയോടാണ് ചോദ്യം. സോ നിങ്ങൾക്കുള്ള സ്ക്രീനിൽ തെളിയുന്ന ചിത്രം ഇതാണ്.